വെൽക്കം ടു ടച്ച് കണക്ഷൻസ്. ഞങ്ങൾ വാഗമണിലേക്ക് പോയ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഞങ്ങളിവിടെ നിന്ന് 5 പേരുടെ ഒരു ടീമാണ് വാഗമണിലേക്ക് പുറപ്പെട്ടത്. താറിനാണ് ഞങ്ങൾ പോയത്. ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ താറിൽ നമുക്കൊരു 4 പേർക്ക് കറക്റ്റായിട്ട് യാത്ര ചെയ്യാൻ സുഖമുള്ളൂ. അപ്പോൾ അവസാന നിമിഷം ഒരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് വന്നുകൊണ്ടിട്ട് അവനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് നമ്മൾ 5 പേരായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ പാല കുട്ടിക്കാനം വഴി നേരെ വാഗമണിലേക്ക് പോയി. ഒരു 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു 8:30 ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഒന്ന് നിർത്തിയായിരുന്നു. പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് കാറിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രഷപ്പൊക്കെ ചെയ്ത് അതിനുശേഷം നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് വീഡിയോ എല്ലാം എടുത്ത് അവിടെ നിന്നൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയി നേരെ സിറ്റിയിൽ പോയിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ച്. അപ്പം നല്ലൊരു നാടൻ ഹോട്ടലായിരുന്നു. നല്ല ഫിഷ് കറി ഉണ്ടായിരുന്നു, നല്ല ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ച് അതിനുശേഷം നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ ഈ വാഗമണിൽ കൂടുതലും മുട്ടക്കുന്നുകളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് വലിയ ചൂടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ 20 രൂപയ്ക്കാണ് ടിക്കറ്റിന്. എല്ലാവരും നേരെ പൊക്കത്തോട്ട് പോയി. അവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരും കയറിയില്ല, നമ്മുടെ ഏജിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട്. അപ്പോൾ കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ അതിൽ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ പോകണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെയാണ് നമുക്ക് ഇനി ജീവിതത്തിൽ മെമ്മറീസൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം എടുത്ത് അവിടെ നിന്ന് വേഗം തന്നെ ഞങ്ങൾ തിരിച്ച് നേരെ പൊക്കത്തോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഒരു 1:30 ആയപ്പോൾ നമ്മൾ റൂമിലെത്തി നമ്മൾ എന്തായാലും രാവിലെ പോകുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മളൊരു 4 മണി ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് കിസ്സിങ് മൗണ്ടൻ എന്നാണ്. നല്ല റിസോർട്ടാണ്, അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കോട്ടേജാണ് എടുത്തത്. ഒരു 2 വലിയ ഡബിൾ റൂം ഉണ്ടായിരുന്നു, ഒരു സിറ്റ് ഔട്ട്, പിന്നെ ബാൽക്കണി എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾക്കൊരു 6 പേർക്ക് ഭയങ്കര സൗകര്യമായിട്ട് താമസിക്കാവുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ഈ കിസ്സിങ് മൗണ്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ മലകൾ തമ്മിലിങ്ങനെ യോജിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ്. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണെന്ന് തോന്നുന്നുണ്ട് അവർ കിസ്സിങ് മൗണ്ടൻ എന്ന് ആ പേരിട്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല വ്യൂ ആണ്. അതിലെ കൂടി രാത്രിയൊക്കെ നല്ല മിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാഴ്ചയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് പൊക്കത്തോട്ടൊക്കെ പോയി ചായ എല്ലാം കുടിച്ച് അതിനുശേഷം അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അവിടെ പോയി കുളിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സന്ധ്യയായി വന്ന കൊണ്ടിട്ട് കുറച്ച് പേടിയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മളവിടെ പോയിരുന്ന് ഒരു ബീറൊക്കെ അടിച്ച് കാഴ്ചയൊക്കെ കണ്ട് വേറെ കുറേ തമിഴന്മാരൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അവിടെ കുളിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് നേരെ വൈകിട്ട് വീണ്ടും പയ്യ തിരിച്ച് റൂമിൽ വന്ന് വീണ്ടും കുളിച്ച് ഫ്രഷായിട്ട് വൈകുന്നേരത്തെ പ്രോഗ്രാം ഒന്ന് അടിപൊളിയാക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ചടങ്ങിലേക്ക് മാറി. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചിക്കനെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗ്രില്ലും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രിയായപ്പോൾ ആ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കി ഡാൻസൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഡിന്നർ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി, ചിക്കൻ, വേറെ ബീഫ് എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഈ ബാൽക്കണിയിൽ വന്നിരുന്ന് ഞങ്ങൾ രണ്ടെണ്ണമൊക്കെ അടിച്ച് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴ വന്നായിരുന്നു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയുണ്ട്. അതൊരു രാത്രി, കാട്, മഴ, അതിൻ്റെ കൂടെ 2 സ്മോള് എല്ലാം കൂടി ഒരു ആഘോഷമായിരുന്നു ആ രാത്രി. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ തമാശയും കാര്യങ്ങളും ഇങ്ങനെ പറയണ ഒരു സംഭവമുണ്ട്. അത് എല്ലാവരും അറിയാവുന്നതല്ല. ഒന്ന് നിങ്ങളൊക്കെ പോകുമ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ കുറേ വളിപ്പും കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിൽ കുറേ രാഷ്ട്രീയം ഉണ്ടാവും, സിനിമ ഉണ്ടാവും, കുറച്ച് സെക്സ് കലർന്ന അതൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു സ്റ്റോറി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറയാൻ പോണ സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ കാലഘട്ടത്തിലുള്ളതാണ്. അതായത് നമ്മുടെ ഈ മാരുതി വാനൊക്കെ ഇറങ്ങിയേക്കണ ഒരു സമയത്താണ് ഈ സംഭവം. അതേപോലെ തന്നെ ഈ 3 ഫോൾഡ് അംബ്രലയൊക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ 3 ഫോൾഡ് അംബ്രലയൊക്കെ അന്ന് അത്യാവശ്യം കാശുള്ള ടീമിൻ്റെ അടുത്തൊക്കെ ഉള്ളു, അല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ അങ്ങനെ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടണതാണ്.
ആ സമയത്താണ് ഒരു മിനി സ്കേട്ട് ഇറങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ ജൂൺ മാസങ്ങളിൽ നമ്മുടെ ബ്രോഡ്വേയിൽ അകത്തേക്കൊരു വഴിയുണ്ട്. ആ വഴിയിലാണ് ഈ കുട നന്നാക്കുന്ന ആൾക്കാരൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ ഒരു 2 മാസം അവരവിടെ സ്ഥിരം ഉണ്ടാവും. 2-3 പെണ്ണുങ്ങൾ അതിലേ വന്ന് കുട നന്നാക്കാനായിട്ട് കൊടുക്കണേണ്. അപ്പോൾ ഈ കുട നന്നാക്കുന്ന ആൾ ഏതാണ്ട് ഒരു 6 അടി പൊക്കമൊക്കെ ഉള്ള ഒരു നല്ല സിമ്പിളിനാണ്. അപ്പോൾ കുട നന്നാക്കുന്ന ആൾക്കാർ ചെറിയൊരു പലക ഇട്ടിട്ടാണ് അതിൻ്റെ പൊക്കത്താണ് ഇരിക്കുന്നത്. അയാളിങ്ങനെ കുട നന്നായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുമ്പിൽ നോക്കുമ്പോൾ 2 നല്ല ഭംഗിയുള്ള കാലാണ് അയാളിങ്ങനെ കാണുന്നത്. അപ്പോൾ അയാളിങ്ങനെ പൊങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ അയ്യോ, അപ്പോൾ അയാളുടെ ഈ 6 അടി പൊക്കം ഉള്ളതുകൊണ്ടിട്ട് ഇയാൾക്ക് നല്ല ഹൈറ്റാണല്ലോ. അപ്പോഴാണ് അയാൾ ഇത്രയും പൊക്കം എനിക്ക് വേണ്ടായിരുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കണതായിട്ട്. അപ്പോൾ ഈ പെൺകുട്ടി അയാളുടെ അടുത്ത് കുട കൊടുത്ത്. അപ്പോൾ ഈ പെൺകുട്ടി 5-6 പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ കോസ്റ്റ്യൂമൊക്കെ മിനിസ്കേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നടക്കാറുള്ളല്ലോ. അല്ലെങ്കിൽ പിന്നെ സെൻട്രസ് അതുപോലെയുള്ള ഭയങ്കര സ്റ്റൈൽ കോളേജിലൊക്കെ ഉള്ളവരാണ് അങ്ങനെ ഇടണത്. അപ്പോൾ ഈ കുട എടുത്തിട്ട് ഇയാൾ വിടർത്തിയിട്ട് ഇങ്ങനെ നോക്കി. എന്നിട്ട് ഇയാൾ കുടയും നോക്കും, ഈ പെൺകുട്ടിനെ നോക്കും. 2 പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പോൾ അവൾക്കാകെ വട്ടായി. എന്നിട്ട് ഇയാൾ പറഞ്ഞ് ഈ തുണി മാറ്റണമല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ഓക്കെ. അതിനുശേഷം കമ്പിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കമ്പിയൊക്കെ ഊരി നമുക്ക് ശരിയാക്കേണ്ടി വരും. അപ്പോൾ അവൾ പറഞ്ഞ് ശരി. അതിനുശേഷം മറ്റേ നടുക്ക് നിൽക്കണ ഒരു സാധനം ഉണ്ടല്ലോ, അത് കുതിരയെന്നാണ് പറയണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് പുതിയത് ഇടണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് ഇവക്കിട്ട് ദ്വയാർത്ഥത്തിലാണ് അയാൾ താങ്ങണേന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ വേറൊരെണ്ണം അങ്ങോട്ട് കൊടുത്ത്. ചേട്ടൻ തുണി മാറ്റിയേ കമ്പി കയറ്റിയേ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ പണിത് കഴിയുമ്പോൾ ഒരു തുള്ളി വെള്ളം അകത്ത് വീഴരുത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദ്വയാർത്ഥം വെച്ചിട്ടുള്ള കുറേ തമാശകളും അങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റോറീസ് ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനത് പറയുമ്പോൾ ഇത് കേട്ടിരിക്കുമ്പോൾ അടുത്തൊരാൾ അയാൾക്കറിയാവുന്ന വേറെ അതിലും വലിയ കിടിലൻ കഥ പറയും. അപ്പോൾ അങ്ങനെ ഒരു 2 മണിക്കൂറോളം നമ്മളിങ്ങനെ മലപ്പടക്കം പോലെ ഇങ്ങനെ കുറേ തമാശ വിത്ത്. അപ്പോൾ അതൊക്കെ ഈ ടൂർ പോകുമ്പോഴുള്ള ഒരു രസമാണത്. അത് ശരിക്കും എൻജോയ് ചെയ്യണം നമ്മൾ. രാവിലെ ഞങ്ങളൊരു 5:30 മണിയായപ്പോൾ എണീറ്റ് കുറച്ച് പേര് ഒന്ന് ചെറിയൊരു ഔട്ടിങ്ങൊക്കെ നടത്തി. അപ്പോൾ ഭയങ്കര മിസ്റ്റായിരുന്നു അവിടെ, കാണാനായിട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും റൂമിൽ വന്ന് കട്ടൻ ചായയൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അത് താഴെ നല്ല പുട്ട്, കടല, ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലാവിഷായിട്ട് ഫുഡെല്ലാം കഴിച്ച് അതിനുശേഷം നമ്മൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു 12 മണി വരെ സമയമുണ്ട് റൂം വെക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ അവരുടെ കുറേ ഗാർഡനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഗാർഡനിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ നമ്മുടെ വണ്ടി താറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ കുറേ ഫോട്ടോ സെഷനിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 12 മണി ആറായപ്പോൾ എന്നാൽ ചെറുതായിട്ടൊന്ന് 2 അടിച്ചിട്ട് പിരിയാം എന്നും പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് ചെന്ന്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ചിക്കൻ 65, അതെടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ അത് പോരട്ടെ. അപ്പോൾ ആ ചിക്കൻ 65 ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് ചിക്കൻ 65 കഴിക്കുമ്പോൾ കുറച്ചൊരു ഹാർഡായിരിക്കും, എന്തോ അതിൻ്റെ വർക്കലൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. ഇത് കുറച്ചൊരു ജ്യൂസി ഐറ്റം ആയിരുന്നു. എന്നിട്ട് അതുകൂടാതെ അവരൊന്ന് അതിൻ്റെ പൊക്കത്ത് കുറച്ച് പപ്പടവും വേപ്പിലേക്ക് ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് സാധനം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിച്ച് അവിടെ നിന്നൊരു 12:30 കഴിഞ്ഞപ്പോൾ നേരെ വെക്കേറ്റ് ചെയ്ത് പോകുന്നായിരുന്നു. ഞങ്ങൾ പയ്യെ അവിടെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് സൺഡേ ആയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോകണമെങ്കിൽ തന്നെ 1 മണിക്കൂർ 1 മണിക്കൂർ പിടിക്കും. അപ്പോൾ ക്യൂ ആയിട്ട് നിൽക്കണേ. അപ്പോൾ ഞങ്ങളത് കാരണം കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ച്. പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോന്നപ്പോൾ പരുന്തുംപാറ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നേരെ പരുന്തുംപാറക്ക് പോയി. അത് ഇതേപോലെ തന്നെ ചെറിയൊരു ഓഫ് റോഡാണ്. എന്നിട്ടത് കുറച്ച് പൊക്കത്തേക്ക് പോകണം. അവിടെ ചെന്നപ്പോൾ നല്ലൊരു അന്തരീക്ഷം, ഒരു 3:30-4 മണി 3:30 ആയിരുന്നു തോന്നുന്നുണ്ട്. നല്ലൊരു വെയിലൊന്നും ഇല്ലാത്ത അന്തരീക്ഷമാണ്, നല്ല കാറ്റുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ പോയി. അവിടെ പരുന്തുംപാറ എന്ന് പറയണത് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു മല ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഒരു പരുന്തിൻ്റെ
ഫേസോടെ ഒരു ചുണ്ടൊക്കെ ഉള്ള ടൈപ്പുള്ള ഒരു മലയാണ് നമുക്ക് കാണാം. അത് കുറേ അറ്റത്തേക്ക് പോകണം. അത് ചില ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഈ പ്രായത്തിൽ അതൊന്നും പറ്റില്ല, ശ്രമിക്കാറില്ല. അപ്പോൾ അതെല്ലാം കുറച്ച് നേരം കണ്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പയ്യ നമ്മൾ തിരിച്ച് കുട്ടിക്കാനം വഴിയാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്നത്. ഒരു 4 മണിയോടുകൂടി കുട്ടിക്കാനത്ത് വന്ന് ലഞ്ച് അപ്പോഴാണ് കഴിക്കാൻ പറ്റിയത്. ലഞ്ചൊക്കെ കഴിച്ച് പയ്യ എറണാകുളത്തേക്ക് പിന്നെ തിരിച്ചു പോകുന്നു. കാഴ്ച കണ്ട് നമ്മൾ ഒരു 8 മണിയോടുകൂടി എറണാകുളത്ത് എത്തിയായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ചിലവ് പറഞ്ഞ് ഒരു 3200 ആയുള്ളെന്ന് തോന്നുന്നുണ്ട്. സന്തോഷമായിട്ട് നമ്മൾക്ക് എത്താൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.